വെൽക്കം ടു അതർ സൈഡ്. ഡോക്ടർ, ഇപ്പൊ നമ്മൾ കുറെ മസാജേഴ്സിനെ കാണുന്നുണ്ട്. ഇതെല്ലാം ബാക്ക് കണ്ടീഷൻസിനും നല്ലതാണ്. അല്ല, ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് ക്ലിനിക്കിൽ ഒരു പേഷ്യന്റ് ഇങ്ങനെ വന്നപ്പോ പറഞ്ഞു എന്റെ അവർക്ക് ആക്ച്വലി ക്രോണിക് ആയിട്ടുള്ള ബാക്ക് ഏക്ക് ഉണ്ട്. അതായത് അവരുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പൊതുവെ സ്ത്രീകൾക്ക് നമുക്ക് ബാക്ക് ഏക്ക് കാണാറുണ്ട്. അത് ഈ ലേഡി എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർക്കൊരു മൈൽഡ് ആയിട്ടുള്ള പെയിൻ കുറെ നാളുകളായിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഈ മസാജർ യൂസ് ചെയ്തതിന് ശേഷം അത് ഭയങ്കരമായിട്ട് കൂടുകയും ഇവര് അക്യൂട്ട് ഇന്റൻസ് പെയിൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതെനിക്ക് മനസ്സിലായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു പക്ഷേ നേരത്തെ മുതൽ ഒരു ചെറിയ ഡിസ്ക് ബൾജ് ഉണ്ടായിട്ടുണ്ടാവും. മസിൽസിനാണ് പെയിൻ വരണമെങ്കിൽ അത് ഒരു പക്ഷെ നമ്മുടെ മസാജറൊക്കെ വെച്ച് ചെയ്താലും എക്സസൈസ് ചെയ്താലും ഒക്കെ സർക്കുലേഷൻ കൂടുമ്പോൾ നമുക്ക് മസിൽസ് കുറച്ചുകൂടെ റിലാക്സ്. പക്ഷെ അവിടെ ഒരു IVD അതായത് ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് ഉള്ള ഒരു സാഹചര്യമാണ്. അത് ചെറിയൊരു ബൾജ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അവർ നന്നായിട്ട് ഈ മസാജ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഈ റൂട്ട്സ് മുഴുവനും ഇൻഫ്ലെയിംഡ് ആയിട്ടുണ്ടാവണം. നെർവ് ഏതെങ്കിലും ഒരു ഇൻപെഞ്ചഡ് ആയിട്ടുണ്ടാവും. അപ്പോ സിവിയർ ആയിട്ടുള്ള വേദനയായിട്ടാണ് ഇവരെ അടുത്ത് വരുന്നത്. ഈ പെയിൻ കാലിലേക്ക് റേഡിയേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും സയാറ്റിക് ആയിട്ട് നമുക്ക് റേഡിയേറ്റഡ് പെയിൻ ഒക്കെ വരാം. സയാറ്റിക് ഉണ്ടാവാം. ചിലവർക്ക് പെയിൻ വരുന്ന നേച്ചർ കാണുമ്പോൾ നമ്മൾ റീനൽ സ്റ്റോൺ ആണോ തെറ്റിദ്ധരിക്കും. ആക്ച്വലി പെയിൻ വരുന്നത് നമുക്ക് ലോവർ ബാക്കിലായിരിക്കും. ഫ്രണ്ടിലേക്കൊക്കെ ഇപ്പൊ യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോഴും ഇതേപോലെ തന്നെ പെയിൻ വരാം. പക്ഷേ പെയിൻ വരുന്ന സ്പൈനിങ് ആയിരിക്കും. അങ്ങനെ പല കേസുകളും വരാറുണ്ട്. നമ്മൾ അൾട്രാസൗണ്ട് എടുത്ത് നോക്കുമ്പോൾ സ്റ്റോൺ ഒന്നും ഉണ്ടാവില്ല. സ്റ്റോണിന്റെ വേദനയാണ് തെറ്റിദ്ധരിക്കും. പക്ഷെ അങ്ങനെയല്ല, അത് സ്പൈനിൽ നിന്ന് ഉത്ഭവിക്കുന്ന വേദന ആയിരിക്കാം. അത് നമുക്കൊരു MRI ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സ്പൈനൽ കംപ്രഷൻസിന്റെയും ഡിസ്ക് പ്രൊലാപ്സിന്റെ വ്യക്തമായിട്ട് മനസ്സിലാവാൻ പറ്റുള്ളൂ. അതെ. അപ്പൊ നമ്മുടെ ഈ മസാജർ ആക്ച്വലി ജസ്റ്റ് ഒരു നീർക്കെട്ടിനൊക്കെ വേണം. അത്രയും മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വളരെ മസ്കുലർ ആയിട്ടുള്ള ഒരു സ്പ്രേയോ അങ്ങനെയൊക്കെയാണെങ്കിൽ യൂസ് ചെയ്യാം. ഒരിക്കലും ഡോക്ടറിന്റെ ഒരു അഡ്വൈസ് ഇല്ലാതെ ഒന്നും ഒരിക്കലും നമ്മൾ നട്ടലില് പ്രഷറൈസ് ചെയ്യുകയും അതേപോലെയാണ് പൊതുവെ സ്ത്രീകൾ ഇപ്പൊ മുട്ടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിനും കുറെ ഓയിന്റ്മെന്റ്സ് ഒക്കെ തേച്ച് ഇതേപോലുള്ള ജോയിന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ടൈറ്റ്ലി പാക്ഡ് ആണ്. ലിഗമെന്റ്സ് അത്രത്തോളം ആയതുകൊണ്ട് തന്നെ അപ്പൊ ചെറിയൊരു മെനിസ്കൽ ടിയർ ഒക്കെ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ ഇതേപോലെയുള്ള ഹെവി മസാജസ് ഒക്കെ അതിന് കൊടുത്തു കഴിയുമ്പോൾ ഒന്നും കൂടെ ടിയർ കൂടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വേദന അതുവഴി കൂടുകയുള്ളൂ. ഫോറേജസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പൊതുവെ മെഡിക്കൽ അഡ്വൈസ് ഇല്ലാതെ ഇതേപോലെയുള്ള എക്യുപ്മെന്റ്സ് ഒന്നും തന്നെ യൂസ് ചെയ്യുക. കണ്ടീഷൻ അറിഞ്ഞ് ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത്